ഒന്നാമത്തെ ചോദ്യം, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. രണ്ടാമത്തെ ചോദ്യം, ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ബഷീർ തന്നെ. മൂന്നാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം എന്നാണ്? ഉത്തരം 1908 ജനുവരി 21. നാലാമത്തെ ചോദ്യം, ബഷീറിൻ്റെ സ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? ഉത്തരം കോട്ടയം. അഞ്ചാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേര്? ഉത്തരം കൊച്ചു മുഹമ്മദ്. ആറാമത്തെ ചോദ്യം, ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? ഉത്തരം പിതാവ് കായ് അബ്ദുറഹിമാൻ സാഹിബ്, മാതാവ് കുഞ്ഞാത്തുമ്മ. ഏഴാമത്തെ ചോദ്യം, ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്. ബഷീറിൻ്റെ ആദ്യ കൃതി ഏതാണ്? പ്രേമലേഖനം. ഒമ്പതാമത്തെ ചോദ്യം, പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രപരമാക്കി സംവിധായകൻ? ഉത്തരം P.A. ബക്കർ. പത്താമത്തെ ചോദ്യം, മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത്? ബാല്യകാല സഖി. 11ാമത്തെ ചോദ്യം, P. ഭാസ്കരൻ സംവിധാനം ചെയ്ത ബഷീറിൻ്റെ നോവൽ ഏത്? ഉത്തരം ബാല്യകാലസഖി. 12ാമത്തെ ചോദ്യം, ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകം ഏത്? ഉത്തരം നേരും നുണയും. 13ാമത്തെ ചോദ്യം, ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏത്? ഉത്തരം സോജാ രാജകുമാരി. 14ാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷം? ഉത്തരം 1993. 15ാമത്തെ ചോദ്യം, ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്നത്? ഉത്തരം ടാറ്റ. 16ാമത്തെ ചോദ്യം, 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ബാലാമണിയമ്മ. 17ാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താണ്? ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ. 18ാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ജീവചരിത്രമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് ആര്? ഉത്തരം E.M. അഷറഫ്. 19ാമത്തെ ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീർ കൃതി ഏത്? ഉത്തരം ശബ്ദങ്ങൾ. 20ാമത്തെ ചോദ്യം, പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരുകൂടിയുള്ള ബഷീറിൻ്റെ കൃതി ഏത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. 21ാമത്തെ ചോദ്യം, ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആര്? ഉത്തരം അനീസ് അൻവർ. 22ാമത്തെ ചോദ്യം, ബഷീർ വിവാഹിതനായ വർഷം ഏത്? ഉത്തരം 1958. 23ാമത്തെ ചോദ്യം, ബഷീറിൻ്റെ മക്കൾ ആരെല്ലാം? ഉത്തരം ഷാഹിന, അനീസ്. 24ാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഉത്തരം ഫാത്തിമ ബീബി. 25ാമത്തെ ചോദ്യം, ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏത്? ഉത്തരം ഉജ്ജീവനം. 26ാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന പുസ്തകം എഴുതിയതാര്? ഉത്തരം E.M. അഷ്റഫ്.
27ാമത്തെ ചോദ്യം, ആകാശമിട്ടായി കഥാപാത്രമായ ബഷീറിൻ്റെ നോവൽ ഏതാണ്? ഉത്തരം പ്രേമലേഖനം. 28ാമത്തെ ചോദ്യം, കാടായി തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥയാണ് ബഷീറിൻ്റെ സാഹിത്യം എന്ന് വിലയിരുത്തിയ നിരൂപകൻ ആരാണ്? ഉത്തരം MN വിജയൻ. 29ാമത്തെ ചോദ്യം, എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ഏത് കൃതിയിൽ ഉള്ളതാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. 30ാമത്തെ ചോദ്യം, ബഷീർ അന്തരിച്ചത് എന്നാണ്? ഉത്തരം 1994 ജൂൺ 5. 31ാമത്തെ ചോദ്യം, ബഷീർ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 5. 32ാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ. 33ാമത്തെ ചോദ്യം, ബഷീർ രചനകളെ നിശിതമായി വിമർശിച്ച MB രഘുനാഥൻ രചിച്ച കൃതി ഏത്? ഉത്തരം ഉപ്പുപ്പാൻ്റെ കുയ്യാനകൾ. 34ാമത്തെ ചോദ്യം, മരിക്കുന്നതിന് മുമ്പ് മാവിനെ വെള്ളമൊഴിച്ച ഒരു മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീറിൻ്റെ കഥ. ഉത്തരം തേന്മാവ്. 35ാമത്തെ ചോദ്യം, ബാല്യകാലസഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചതാര്? ഉത്തരം മമ്മൂട്ടി. 36ാമത്തെ ചോദ്യം, ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ്, നീ മാത്രം. ബഷീറിൻ്റെ ഒരു ചെറുകഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ വാചകത്തിൽ ആണ്. ഏതാണ് ഈ കഥ? ഉത്തരം അനർഘ നിമിഷം. 37ാമത്തെ ചോദ്യം, സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തി പിടിക്കുന്ന ബഷീർ കൃതി. ഉത്തരം ഭൂമിയുടെ അവകാശികൾ. 38ാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ആദ്യ ചെറുകഥ ഏത്? ഉത്തരം എൻ്റെ തങ്കം. 39ാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി. ഉത്തരം പ്രേമലേഖനം. 40ാമത്തെ ചോദ്യം, നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ്? ഉത്തരം മതിലുകൾ. 41ാമത്തെ ചോദ്യം, മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തതാര്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. 42ാമത്തെ ചോദ്യം, മതിലുകൾ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചത് ആര്? ഉത്തരം മമ്മൂട്ടി. 43ാമത്തെ ചോദ്യം, മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏത്? ഉത്തരം മതിലുകൾ. 44ാമത്തെ ചോദ്യം, നട്ട്ഹംസൻ്റെ വിക്ടോറിയ എന്ന നോവലുമായി സാമ്യം ആരോപിക്കപ്പെട്ട ബഷീറിൻ്റെ നോവൽ ഏതാണ്? ഉത്തരം ബാല്യകാലസഖി. 45ാമത്തെ ചോദ്യം, നീലവെളിച്ചം എന്ന ബഷീറിൻ്റെ കഥ ചലച്ചിത്രം ആയത് ഏത് പേരിൽ? ഉത്തരം ഭാർഗവീ നിലയം. 46ാമത്തെ ചോദ്യം, ഭാർഗവീ നിലയം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആര്? ഉത്തരം A. വിൻസെൻ്റ്. 47ാമത്തെ ചോദ്യം, ഭാർഗവീ നിലയം എന്ന ചലച്ചിത്രത്തിന് തിരക്കഥ എഴുതിയതാര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. 48ാമത്തെ ചോദ്യം, ഭാർഗവീ നിലയം എന്ന സിനിമയിലെ ഹാസ്യനടൻ പത്മദലാക്ഷൻ പിന്നീട് പ്രസിദ്ധനായത് ഏത് പേരിൽ? ഉത്തരം കുതിരവട്ടം പപ്പു. 49ാമത്തെ ചോദ്യം, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ബഷീറിന് ലഭിച്ച വർഷമേത്? ഉത്തരം 1970. 50ാമത്തെ ചോദ്യം, ബഷീറിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം എന്നാണ്? ഉത്തരം 1981.